നിരം കൊണ്ട് കുനിഞ്ഞി നടക്കും മലയാളി പെണ്ണാണ് ഞാൻ. ഏത് പാട്ടാണ്? ഏത് സിനിമയിലെ പാട്ടാണ്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. ടുഡേ ഈസ് വാലന്റൈൻസ് ഡേ ഗൈസ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഇവനൊരു പരിപാടിയില്ല. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടിയാണ്, എന്താ പരിപാടിയാണ്. എനിക്കൊരു പരിപാടിയില്ല, ഇവനും ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ വാലന്റൈൻസ് ഡേ ആയിട്ട്? പ്രേമിക്കുന്നവർക്ക് പരിപാടികളുണ്ടാവില്ലേ? ഗൈസ്, നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് അച്ഛമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അല്ലേ? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പണ്ടത്തെ കാലത്തെ എന്തെങ്കിലും ഓർമ്മകളോ ഒക്കെ? പണ്ടത്തെ കാലത്ത് പറഞ്ഞാല് 15 വയസ്സായപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോ കുടുംബവാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോന്നു. ഒക്കെ പാരാത്തങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് 65 വയസ്സായി. ഇപ്പൊ ഞാൻ ചെറുപ്പമാണ്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഞാന് അയൽക്കൂട്ടത്തിലും തൊഴിലുറപ്പിലും എല്ലാം പോകും. അങ്ങനെ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടാണ്. എല്ലാരും ശാന്തമ്മേ ശാന്തമ്മേ പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കും. ഇപ്പൊ എനിക്ക് വളരെ സന്തോഷാണ്. പണ്ടത്തെ കാലത്തെ ഓർമ്മകളും പണ്ടത്തെ കാലത്തെ ഓർമ്മകള് ഒക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തില് ഞങ്ങള് വിവാഹം പ്രേമിച്ച് കല്യാണം നടത്തിയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയായിരുന്നു. പിന്നെ അതിലെനിക്ക് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ സുഖമായിരിക്കുന്നു. രണ്ടാമത്തെ ആളുടെ മകനാണ്. രണ്ടാമത്തെ മോന്റെ പേരക്കുട്ടിയാണ്. അവനാണ് എന്നെ, അവന് ഞാനും കൂടിയാണ് ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ പറയാൻ, അവനാണ് എന്നെ പ്രേരിപ്പിച്ചത്. പണ്ടത്തെ കാലത്ത് പറയുമ്പോഴേ കത്തിലൂടെയൊക്കെ അല്ലേ? പണ്ടത്തെ കാലത്ത് ഫോണുകളൊന്നും ഇല്ലല്ലോ. കത്തുകളും എഴുത്തിലൂടെയൊക്കെയാണ് ഓരോ പരിപാടികള്. അന്ന് പറഞ്ഞ വല്ല വിദ്യാഭ്യാസം ഒന്നും ഇല്ല. 2ാം ക്ലാസ്സൊക്കെ പഠിച്ചുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടായ കാരണം എനിക്കിപ്പോ 2ാം ക്ലാസ് വരെ പഠിത്തമുള്ളൂ. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. എന്നാലും ഓരോന്നൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ പണ്ടത്തെ ഓർമ്മകള് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചെറുപ്പകാലങ്ങളിൽ സന്തോഷാണ്. ശാന്തമ്മേന്റെ വക വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊരു സോങ് ശാന്തമ്മനെ കുറിച്ച് തന്നെയുള്ള പാട്ടാ, പാടിക്കും. പെരിയാറേ പെരിയാറേ പർവ്വത നിലയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണിങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു ഞാൻ. ഒരു നാടൻ മലയാളി പെണ്ണാണു ഞാൻ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോവാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റു പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണണമേ. ആലുവ ശിവരാത്രി കാണണമേ. പെരിയാറേ പെരിയാറേ പർവ്വത നിലയുടെ പനിനീരേ കുളിരം കൊണ്ട് കുനിഞ്ഞി നടക്കും മലയാളി പെണ്ണാണ് ഞാൻ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോവാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റു പള്ളിയിൽ പെരുന്നാള് കൂടണം, ആലുവ ശിവരാത്രി കാണാകണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, നിന്റെ കല്യാണം അറിയിക്കണം, നിന്റെ കല്യാണം അറിയിക്കണം. സൂപ്പർ പാട്ട്.
വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ ഞാൻ തന്നിരിക്കുകയാണ്. ശാന്തമ്മേന്റെ അതൊരു അടിപൊളി പാട്ട് അല്ലേ? ഇത് എവിടെ കിട്ടും? എന്റെ ചെറുപ്പത്തിലുള്ള പാട്ടാണ്. അതാണെങ്കിൽ ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അതാണ് നമുക്കൊക്കെ ഒരു പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ അത് മറന്നു പോകും. തെറ്റാതെ പാടിയില്ലേ? അതെ. ഏത് പാട്ടാത്? ഏത് സിനിമയിലെ പാട്ടാത്? അത് പെരിയാറ് പണ്ടത്തെ പാട്ടല്ലേ? പണ്ടത്തെ പാട്ടാ. പണ്ട് ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന പാട്ടായിരിക്കും. ഇപ്പൊ വേറെന്തൊക്കെയോ തെളിവിളി പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. സത്യന്റെയും ഷീലേന്റെയും പാട്ടാ. ശീലേന്റെയും പാട്ടാ. പണ്ട് എവിടെയുള്ളപ്പോ ഈ പാട്ട് കേട്ടത്? വൈത്തിരിയിലുള്ളപ്പോ ചെറുപ്പത്തിലുള്ള പാട്ടുകളാ. വൈത്തിരി ഏത് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചേ? ഞാൻ ചുണ്ട സ്കൂളില്. ചുണ്ട സ്കൂളിൽ നല്ല സ്കൂളല്ലായിരുന്നു. അവിടെ എത്ര? രണ്ടുപേരും. അവിടെ രണ്ടുപേരെ പഠിച്ചു. പിന്നെ മൂന്നിലേക്ക് ജയിച്ചപ്പോ പോയില്ല. പിന്നെ അച്ഛൻ മരിച്ചു. സാമ്പത്തികം അന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അങ്ങനെ പോയി. ഇപ്പത്തെ പിള്ളേരൊക്കെ പ്രണയം എന്നൊക്കെ വെറുതെ പറയാ. ഫോണിലൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എന്നിട്ട് എന്താ കൊറേ ചോക്ലേറ്റ് പിടിച്ചു കൊടുക്കും. അതൊക്കെ തന്നെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നില്ല. അത് തന്നെ പരസ്പരം നന്നായിട്ട് നമ്മളെ വിശ്വസിച്ച് എന്ത് കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആയാലും അങ്ങനെ മുമ്പോട്ട് പോകണം. അതാണ് അതിന്റെ ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റുകുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം ജീവിച്ച് നമുക്ക് അതിലൂടെ പോകണം. അതാണ് ജീവിതം. അതാണ് ജീവിതം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവും. എനിക്കെന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇത്ര സാഹചര്യമൊന്നുമില്ല. പാടാൻ സമ്മതിക്കില്ല ഒരാളെ. ഇതൊക്കെ അല്ലായിരുന്നു. അപ്പൊ അതെല്ലാം ഉള്ളിലൊരുത്തി അങ്ങനെ. അതിന്റെ മുന്നേയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടി. ഇപ്പോഴാണ് കൊറേ കാലം കൂടി പാട്ട് പാടിയ ചാൻസ് കിട്ടിയത്. തൊഴിലുറപ്പിന് വേറൊരു പാട്ട് പാടി. അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്കാണ് പാട്ടൊക്കെ കേൾക്കുന്നത്. പാട്ടൊക്കെ എന്റെ മോനും നന്നാവട്ടെ എന്നോട്. അതെ, ചാനമേന്റെ ആ ഒരു ഇത് എനിക്കും കിട്ടി. അതാണ് ഞാൻ തൊഴിലുറപ്പ് നോക്കുന്നത്. ഇത്രയും നല്ല പാട്ടൊക്കെ ഉണ്ട്. ശാന്തമേല ഒതുക്കി വെച്ചോ അവര്. ആദ്യം ഞാൻ അവരെ പാടി കേൾപ്പിച്ചു. എന്നിട്ടാണ് അവര് നല്ലതായിരുന്നു. അതല്ലേ കോപിയെ വിളിച്ചാൽ അത് ആ ശശികലാകുമ്പോ കൊടുത്തു. പാട്ട് ഇങ്ങനത്തെ പാട്ടൊന്നും നമ്മള് കേട്ടിട്ടില്ല. നമ്മള് പുതിയ തലമുറയല്ലേ, ഇത് കേട്ടിട്ടില്ല. നമ്മള് ഇങ്ങനത്തെ പാട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ. നമ്മള് നല്ല അർത്ഥമുള്ള പാട്ടല്ലേ? നല്ല പാട്ടാ. നമ്മളിങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കണല്ലോ ശരിക്കും. അതിന് നിങ്ങള് പാടിയല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങള് പാടൂല്ല, കേട്ടിട്ടും ഉണ്ടായിരിക്കും. അത് നാണക്കേടാ നമ്മളെ. ഇത്രയും പ്രായം ആ തള്ള പാട്ട് പാടാൻ തുടങ്ങി മനസ്സിന് കുറ്റപ്പെടുത്തൂലേ. അതുകൊണ്ട് കലക്ക് ഇത് പ്രായമില്ല, ഒന്നുമില്ല, ആൾക്കാര് തരമൊന്നുമില്ല. കല എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. കല എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അതൊരു നല്ലൊരു സന്തോഷം. അറിയാത്തവർ പറയാം അയ്യോ ആ തള്ള പാട്ട് പാടി നടക്കുക. അത് കുറച്ച് നമ്മളെ കുറ്റപ്പെടുത്തും. അത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമല്ലേ. പാട്ട് കേട്ടപ്പോ എല്ലാരും ഹാപ്പി ഉണ്ട്. ഇന്നത്തെ ദിവസം ആ പാട്ട് പാടിയപ്പോ നല്ലൊരു എന്താ പറയാ, പുതിയൊരു ഉണർവ് വന്ന പോലെ നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. പ്രണയത്തിന്റെ ദിനത്തിൽ ശാന്തമൊരു പാട്ടങ്ങ് പാടിയപ്പോ അതേ പറ്റിയിട്ടുള്ള പാട്ടാ. അതെ, അതിന് പറ്റിയ പാട്ടും പാടി. ഓക്കെ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ.